ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവൊന്നും കുഴച്ച് പരത്താതെ വെറും 5 മിനിറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാത്ത നല്ല ബ്രെഡ് നോക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതിയാകും. പിസ്സ സോസിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. എങ്കിലേ നമുക്ക് ആ പിസ്സയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. ഇതെല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇതുപോലെ നിരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വേറെ കളറുള്ള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള വെച്ച് കൊടുക്കാം. സവാള നമ്മൾ ഇതളുകളാക്കി അടർത്തി എടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. മുഴുവനായിട്ടും ഉള്ളത് വെച്ച് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ ചിക്കനൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാവേ. ചീസ് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കാം. ചീസൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട്. ഇനി ഒരു പാൻ വെച്ച് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ.